വർഷത്തെ സമ്മർ ബമ്പർ ലോട്ടറിയുടെ 10 കോടി രൂപ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് സ്വദേശി നാസറിനാണ് ലഭിച്ചിട്ടുള്ളത്. തികച്ചും സാധാരണക്കാരനായ നാസർ ഈ സമ്മാനത്തിന് അർഹനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഒരു ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ഈ വ്യക്തിയുടെ നിഷ്കളങ്കതയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അറിഞ്ഞത് വൈകുന്നേരം റിസൾട്ട് നോക്കിയപ്പം അറിഞ്ഞതാ. അപ്പോൾ നമ്മളെ ലോട്ടറി വെക്കുന്ന ഒരു അണ്ണൻ്റെ മൊബൈലിലാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം പുള്ളിക്കാരൻ നോക്കുമ്പോൾ നാസറെ SC 30 87 97 നമ്പർ അടിച്ചിട്ടുണ്ട്, നാസറിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതുണ്ട്. അങ്ങനെ ഞാൻ അന്നേരം രാജുചേട്ടൻ്റെ കടയിൽ പോയിട്ട് എടുത്ത് അവിടുന്ന് അവരോട് പറഞ്ഞു. അവർക്കും സന്തോഷമായി. ഒളിച്ചിരിക്കൽ അത്ര ഒരു നല്ലതല്ല, കാരണം ഇതെന്തായാലും അറിയും ജനങ്ങൾ. അപ്പം എന്താണ് ഒളിച്ചിരിക്കുന്നത് വെച്ചാൽ ചില ആൾക്കാർ ഈ വന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന്. കാരണം കൊടുക്കേണ്ടതല്ല, എല്ലാവരും കൊടുക്കണം, പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ട പൈസ ഇത്. പക്ഷെ നമ്മളങ്ങനെ ഇതിൻ്റെ സർക്കാരിൻ്റെ ഈ ടാക്സും കാര്യങ്ങളൊക്കെ ആയാലും നോക്കണ്ടേ, ഇതെങ്ങനെ വരുന്നത്. ഈ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത. അതായത് ഒരു കാപട്യമില്ലാതെ ഒരു മനസ്സിന്റെ ഉടമ, വളരെ ബുദ്ധിമുട്ടോടുകൂടി ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ദൈവം കൊടുത്തൊരു സൗഭാഗ്യമായിട്ട് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു നമുക്ക് പാവങ്ങളൊക്കെ സഹായിക്കണം എന്നുള്ള കാര്യം. നാസറിന്റെ നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പാവങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാകുക. പക്ഷെ എത്രത്തോളം ഈ പാവങ്ങളെ സഹായിക്കുമെന്നതാണ് അദ്ദേഹത്തിന് ഇനിയിപ്പോൾ കണ്ടറിയേണ്ട ഒരു കാര്യം. അദ്ദേഹത്തിന് ഇപ്പോൾ 10 കോടി രൂപ ലോട്ടറി അടിച്ചപ്പോൾ കേവലം 6 കോടി രൂപയാണ് കിട്ടുക. ഈ 6 കോടി രൂപക്ക് തന്നെ വർഷത്തിൽ അതിന് ടാക്സ് അടക്കുന്ന ഒരു വ്യവസ്ഥ കൂടി ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ എത്രത്തോളം കിട്ടുമെന്നത് നമുക്ക് ഊഹിച്ചെടുക്കേണ്ടതേ ഉള്ളൂ. ഇവിടെ അദ്ദേഹത്തിനുള്ള ഇനിയുള്ള കാല ജീവിതമാണ് അസ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് അദ്ദേഹം ഈ കടന്നു പോകുന്നുണ്ട്. കാരണം ലോട്ടറി അടിച്ചിട്ട് ആരും തന്നെ പിന്നീട് ഒരു സ്ഥൈര്യമായിട്ട് മനസമാധാനത്തോടു കൂടി ജീവിച്ചിട്ടില്ല എന്നാ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം ജില്ലയിലെ മുസ്തഫ എന്ന ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഇതുപോലെ 10 കോടി രൂപയുടെ ലോട്ടറി അടിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം എന്നുള്ള കാര്യം ഒരു വാർത്തയിൽ കൂടി നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ കുടുംബം പോലും ഇല്ലാതായി. ലാസ്റ്റ് അദ്ദേഹത്തിന്റെ വീടിന്റെ ജനാല പോലും പൊളിച്ചു വെക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് നാസറിന് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അദ്ദേഹത്തിന്റെ ആ നിഷ്കളങ്കമായിട്ടുള്ള ആ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹം നല്ലൊരു തികഞ്ഞ ഒരു മനസ്സാക്ഷിയുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. ഏതായാലും അദ്ദേഹത്തിന് കിട്ടിയ ഈ സൗഭാഗ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു മനസ്ഥിതി അദ്ദേഹത്തിന് സർവശക്തൻ കൊടുക്കട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം.